മഴ തോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ബാലചന്ദ്രനും അലീനയും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്തെന്നാൽ വീണ്ടും ആ വീട്ടിൽ തന്നെ തിരിച്ചു പോകണം എന്ന അഭിപ്രായമാണ് ബാലചന്ദ്രനുള്ളത്. എന്തുകൊണ്ടാണ് അവളെ പേടിച്ച് നമ്മൾ ഓടുന്നേ? നീ പോയി, എന്നാൽ ഇവനെയും വരണം നീ എന്ന് അങ്ങോട്ട് പറയുകയാണ് അലീനയോട്. പക്ഷേ അലീന പറയുകയാണ്, ഇല്ല, ഞാൻ ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ല, ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു ശല്യമാവത്തില്ല എന്ന് വീണ്ടും പറയുന്നുണ്ട്. എന്നാൽ മനു പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ, എങ്ങോട്ടാണ് പോവേണ്ടത്? അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ തന്നെ ഇനി ഞാൻ വീട്ടിൽ വരുമ്പോൾ വരണമെന്ന് തീർത്ത് പറയുന്നുണ്ട്. എന്നാൽ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണയും പറയുന്നുണ്ട്, ചേച്ചി വരണം, ആ വീട്ടിൽ തന്നെ തിരിച്ചു വരണം, എന്നാലേ അമ്മ ഇനിയും കൂടുതൽ മനസ്സിലാക്കുകയുള്ളൂ ചേച്ചി എന്നും പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയാണ് എൻ്റെ കളി നടക്കാൻ പോകുന്നത് അവരുടെ മുന്നിൽ, നിങ്ങളെല്ലാവരും നോക്കിക്കോണം. എൻ്റെ അടുത്ത് എങ്ങനെയാണോ പെരുമാറിയത്, എങ്ങനെയാണോ അവരെ വീട്ടുകാർ ചിന്തിപ്പിച്ചതും പറയിപ്പിച്ചതും, അതെല്ലാം ഞാൻ മാറ്റിയെടുക്കാൻ പോവുകയാണ് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ വീണ്ടും പറയുന്നുണ്ട്, നമുക്ക് വീട്ടിൽ തന്നെ തിരിച്ചു പോകാം, മനുചേട്ടനും പറഞ്ഞിട്ട് പോയതാ വീട്ടിൽ തന്നെ വരണം, എന്നാലേ എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അലീന വീണ്ടും പറയുന്നത്, ഇല്ല, ഞാൻ ഇനിയും ആ വീട്ടിലേക്ക് തിരിച്ചില്ല എന്ന് വീണ്ടും പറയുന്നുണ്ട്. മനു രാജീവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്ത് വെച്ചാലും തിരിച്ച് ഇവിടെ തന്നെ വരും എന്ന്. എന്നാൽ രാജീവ് അപ്പോൾ പറയുന്നുണ്ട്, എന്തിനാ അവർ വരുന്നത് വരട്ടെ, എന്നാൽ ബാലചന്ദ്രൻ മാത്രം വന്നാൽ മതി, അലീന എന്തിനാ വീണ്ടും വരുന്നേ, വീണ്ടും വൈജയന്തിയെ ദേഷ്യപ്പെടുത്താനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുകയാണ്, അത് അവർ തമ്മിലുള്ള മത്സരമാണ്, അതിൽ നമ്മൾ ആരും ഇടപെടേണ്ട കാര്യമില്ല, എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ അവർ എപ്പോഴും മത്സരിച്ചുള്ള ഓരോ കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ, അതുപോലെ തന്നെ ഇതും അങ്ങനെ വിചാരിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് രാജീവിനടുത്ത് മനുവിനെ എല്ലാ സത്യാവസ്ഥയും അറിയാനുള്ളത് കൊണ്ട് തന്നെയാണ് മനു ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്, എന്താ അവിടെ ഈ വീട്ടിലെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്താ എപ്പോഴും കിടന്ന് ബഹളം വയ്ക്കുന്നേ, ഞാൻ ഇവിടെ നിന്ന് അലയ്ക്കുന്നേ, ഞാൻ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ഇവിടുത്തെ സംസാരം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ അടുത്തും ദേഷ്യമാണോ വൈജയന്തി, നിനക്ക് തീർന്നില്ലേ ഇതുവരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്നാലും ഈ വീട്ടിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് അലീനയും ബാലചന്ദ്രനും ഒരുമിച്ച് താമസിക്കുകയാണ് ഒരു റിസോർട്ടിൽ. അപ്പോഴാണ് മുത്തശ്ശി അറിയുന്നത്, എന്ത് അവർ ഒരുമിച്ച് കാണുന്നോ, നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു, എനിക്കിത് കേട്ടപ്പോൾ തന്നെ ദേഷ്യം കയറുക, അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഓരോരോ അലപ്പ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അതും പോട്ടെ, വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുവാന്ന്. ഇങ്ങോട്ടോ? ആരാ? രണ്ടുപേരുമാണോ അതോ ബാലചന്ദ്രനാണോ? രണ്ടുപേരും. ഇതുകൂടെ കേട്ടപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അത് കേട്ടപ്പോൾ വൈജയന്തി ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. പറയുകയാണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ അതെല്ലാവരും കൂടെ ഞാൻ ആലോചിക്കും എന്ന് വീണ്ടും പറയുകയാണ് വൈജയന്തിയുടെ ദേഷ്യം കണ്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇനിയെങ്കിലും അവൻ വരുമ്പോൾ എല്ലാം നിർത്തണം, ഈ ദേഷ്യവും നിൻ്റെ ചാട്ടവും എല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളും ഒരു സമാധാനം തരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. അങ്ങനെ മനു പറഞ്ഞ് കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് രാജീവും പറയുന്നുണ്ട്, ഇനി ഇവിടെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇരിക്കുന്നത് രാജീവ്. കാര്യം എന്തെന്നാൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് അവർ വരുന്നെന്നറിഞ്ഞത് മുതൽ രാജീവ്. എന്നാൽ മനു ഇതൊന്നും അറിയുന്നില്ല, എന്താണോ അവരുടെ മനസ്സിലുള്ളതെന്നും മനുവിനറിയില്ല. വൈജയന്തിയോട് രാജീവൻ പറയുകയാണ്, എന്താ നിനക്ക് ഇത്രയും വിഷമം? അവർ വരട്ടെ, അവർ വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, നീ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എനിക്ക് കല്യാണം വേണ്ടാന്ന്. നിങ്ങളെല്ലാവരും കൂടെ 3 സഹോദരന്മാരുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇയാളെ കെട്ടിച്ച് വിട്ടത്. എന്നാൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന കണ്ടില്ലേ, ദുഃഖമേ ഉള്ളൂ. നിങ്ങൾക്കിത് വല്ലതും അറിയാമോ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. പക്ഷേ നീ ഇതിനൊന്നും ഒരു കാരണം വെച്ചിരുന്നാലും വിഷമിക്കാൻ പാടില്ല. ഞാൻ അവളെ ഇവിടെ ഈ വീട്ടിൽ വന്നത് മുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്നാൽ എന്തോ ഒരു കാര്യം അവളെ മനസ്സിലുണ്ട്, അത് നമുക്ക് ആർക്കും അറിയത്തില്ല എന്ന് പറയുകയാണ് രാജീവൻ. അപ്പോൾ പറയുകയാണ് വൈജയന്തി, അവളെ വിഷമം കണ്ടുപിടിക്കാനല്ല ഞങ്ങളെ ജോലി, എന്നാലും ഈ വീട്ടിൽ അവൾ വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാജീവനും വൈജയന്തിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മകൻ പറയുന്നത്, നമുക്ക് ഇവിടെ നിന്നെങ്കിലും ആളെ വരുത്തി
അലീനയെ ഒന്ന് തട്ടിക്കൊണ്ട് പോയാലോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, അത് വലിയ പ്രശ്നമാകത്തേ ഉള്ളൂ. അതിനൊന്നും നമുക്ക് ബാക്കി നടക്കാൻ സമയവുമില്ല. അതുകൊണ്ട് വേറെ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. ആദ്യം അവർ വരട്ടെ എന്ന് രാജീവൻ പറയുന്നുണ്ട്.